PSC ഇൻഫിനിറ്റിലേക്ക് സ്വാഗതം. PSC ജൂലൈ 4 നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതി ഭായി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതി ഭായി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അവധ്. അവധിനെയാണ് ഡൽഹൌസി പ്രഭു ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് വിശേഷിപ്പിച്ചത്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ വെച്ചാണ് 2026 G7 ഉച്ചകോടി നടക്കുന്നത്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? വാഗ്ഭടാനന്ദൻ. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചാണ്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെയാണ് മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നത്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെയാണ് മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാമാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങളാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്നാണ് വിളിക്കുന്നത്. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തെറായ് ബെൽറ്റ് ബങ്കർ എന്നറിയപ്പെടുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തെറായ് ബെൽറ്റ് ബങ്കർ എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 1ഉം 4ഉം ശരിയാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ദോഡ ബേട്ട. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ദോഡ ബേട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ആറളം. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണമാണ്. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സിന്ധുശ്രീ ഖുള്ളർ. ദാരിദ്ര്യ രേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാബായി നവറോജി. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട് ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്താണ്?
ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ ലോക സമ്പദ്വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ആഗോളവൽക്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? RBI ഡാറ്റ. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് RBI ഡാറ്റ. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒറ്റ പൗരത്വം മാത്രമേയുള്ളൂ. ഇന്ത്യയിൽ ഒറ്റ പൗരത്വം മാത്രമേയുള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഉത്തരം ഓപ്ഷൻ സി. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചുള്ള ശരിയായ വിവരം ഏതാണ്? രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരം ഏതാണ്? ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി. 1 മാത്രം ശരി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് തുറമുഖങ്ങൾ. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് കന്നുകാലി പരിപാലനം. സംയുക്ത ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മായം ചേർക്കൽ. ഉത്തരം ഓപ്ഷൻ ബി. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് തുറമുഖങ്ങൾ. സംസ്ഥാന ലിസ്റ്റിൽ കന്നുകാലി പരിപാലനം. സംയുക്ത ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് മായം ചേർക്കൽ. 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. 2 മാത്രം. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഇത് ശരിയാണ്. അനുച്ഛേദം 22(4)ന് മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. അനുച്ഛേദം 22(4)ന് മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 352-ാം അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. 1ഉം 3ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ജില്ലാ കൗൺസിൽ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇവയെല്ലാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 29ഉം 30ഉം. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് നടന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ബിയും സിയും ഡിയും പ്രസ്താവനകൾ ശരിയാണ്. ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ റവന്യൂ സർവീസും കേന്ദ്ര സർവീസുകളിൽ ഉൾപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി. 3ഉം 4ഉം ശരിയാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെല്ലാമാണ്? ഗ്യാനേഷ് കുമാർ. 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ഉത്തരം ഓപ്ഷൻ ബി. 2 മാത്രം.
കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ഉത്തരം ഓപ്ഷൻ ഡി. 1 മാത്രം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാം വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി. 1 മാത്രം. കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം പ്രസ്താവനകൾ തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം. ഉത്തരം 1ഉം 2ഉം പ്രസ്താവനകൾ തെറ്റാണ്. തെറ്റായതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് മെലാനിൻ. ഉത്തരം ഓപ്ഷൻ സി. 2 മാത്രം. ശരിയായ ജോഡി ഏതാണ്? കുഷ്ഠരോഗം ഒരു ബാക്ടീരിയ രോഗമാണ്. അത്ലറ്റ്സ് ഫുട്ട് ഒരു ഫംഗസ് രോഗമാണ്. മീസിൽസ് വൈറസ് രോഗമാണ്. മന്ത് രോഗം വിരകൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. കുഷ്ഠരോഗം ബാക്ടീരിയ, അത്ലറ്റ്സ് ഫുട്ട് ഫംഗസ്, മീസിൽസ് വൈറസ്, മന്ത് രോഗം വിരകൾ. ഉത്തരം ഓപ്ഷൻ ബി. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നത് തകരാറിലാക്കുന്നു. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നത് തകരാറിലാക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേത രക്താണു ഏതാണ്? ബേസോഫില്. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേത രക്താണുവാണ് ബേസോഫില്. ജൈവ വൈവിധ്യനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 4 മാത്രം. സഹവംശനാശം, അന്യദേശ ജീവികളുടെ അധിനിവേശം, അമിത ചൂഷണം. ജൈവ വൈവിധ്യനാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് സഹവംശനാശവും അന്യദേശ ജീവികളുടെ അധിനിവേശവും അമിത ചൂഷണവും. കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസകിരണം.
കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസകിരണം. 38ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 39ാമത്തെ ചോദ്യം മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം ഏതാണ്? ജലതന്മാത്രകളുടെ കമ്പനം. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം ജലതന്മാത്രകളുടെ കമ്പനമാണ്. താഴെ പറയുന്നവയിൽ ഘർഷണബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ഉപരിതലങ്ങളുടെ സ്വഭാവം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് ബ്ലാക്ക് ഹോളുകളുടെ ലയനം മൂലമാണ്. രൂപാന്തരത്വം എന്ന സ്വഭാവവിശേഷം കാണിക്കാത്ത മൂലകം ഏതാണ്? നൈട്രജൻ. കാർബൺ, സൾഫർ, ഫോസ്ഫറസ് ഇവയെല്ലാം രൂപാന്തരത്വം കാണിക്കുന്ന മൂലകങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. ഫോസ്ഫോറിക് ആസിഡ് ത്രിബേസിക അമ്ലം ആണ്. ഫോസ്ഫോറിക് ആസിഡ് ത്രിബേസിക അമ്ലത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ. ഓക്സാലിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കാർബോണിക് ആസിഡും തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ. 44ാമത്തെയും 45ാമത്തെയും ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 46ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായ വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായ വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. ഉത്തരം ഓപ്ഷൻ സി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത്? നിരമിത്രൻ. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ നിരമിത്രൻ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി. രണ്ടാമത്തെ പ്രസ്താവന മാത്രം. യക്ഷഗാനത്തിന് ബയലാട്ടം എന്ന പേരുകൂടിയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഈ കലാരൂപം പ്രചാരത്തിലുണ്ട്. പാർത്ഥിസുബയ്യാണ് യക്ഷഗാനത്തിന്റെ പിതാവാണ് പാർത്ഥിസുബൻ. 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ്. ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി. 17. ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്രയാണ്? 49. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗുകളിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം ഓരോ 48 സെക്കൻഡിലും 60 സെക്കൻഡിലും 72 സെക്കൻഡിലും മാറുന്നു.
രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് അവ വീണ്ടും ഒരേ സമയം മാറുന്നത്? 7:12 AM. ഒരു ഫ്ലവർ വേസിൻ്റെ വില 120 രൂപയാണ്. കടയുടമ അത് 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എത്രയാണ്? 108 രൂപ. 55-ാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോഡ് ഭാഷയിൽ ഗോ = 32ഉം ഷീ എന്നത് 49ഉമാണ് എങ്കിൽ സാമിൻ്റെ കോഡ് എന്താണ്? 56. എ എന്നത് ബിയുടെ മകനാണ്, സി എന്നത് എയുടെ ഭാര്യയാണ്, ഇ എന്നത് സിയുടെ മകളാണ് എങ്കിൽ ബിയുമായി ഇ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കൊച്ചുമകൾ. അടുത്ത സംഖ്യ ഏതാണ്? 234. 2016 ജൂലൈ 29 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയായ ജന്മദിനം വരുന്നത് ഏത് ദിവസമായിരിക്കും? ബുധനാഴ്ചയായിരിക്കും. ബുധൻ. 60ന്റെ ഉത്തരം ഓപ്ഷൻ ബി, 14. If I saw a snake under my sofa, I dash away. Would run. If I saw a snake under my sofa, I would run away. One of the following words is misspelled. Identify the word. ഉത്തരം ഓപ്ഷൻ സി. ഒക്കറൻസിൻ്റെ സ്പെല്ലിംഗ് OCCURRENCE. Ulysses was braver than any other Greek hero. Can be written without a change in meaning as. ഉത്തരം ഓപ്ഷൻ എ. No other Greek hero was as brave as Ulysses. The following expression carte blanche means complete freedom. Antonym of gregarious means reserved. Change the following sentence into indirect speech. ഉത്തരം question വായിക്കാം. The man said to the people at the bus stop, "Don't you believe me?" ഉത്തരം ഓപ്ഷൻ എ. The man asked the people at the bus stop whether they did not believe him. ഉത്തരം ഓപ്ഷൻ എ. Add an appropriate tag. Let us have a break now. ഉത്തരം ഓപ്ഷൻ ബി, shall we. Rewrite the following sentence into passive voice. Make one more attempt. ഉത്തരം ഓപ്ഷൻ ഡി. Let one more attempt be made. The head office has dash his request for transfer. ഉത്തരം ഓപ്ഷൻ എ, turned down. The head office has turned down his request for transfer. The meaning of the idiom cut corners is to do something in the easiest way. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 1ഉം 3ഉം ശരിയാണ്. കവി, കവയിത്രി. അധ്യാപകൻ, അധ്യാപിക. 1ഉം 3ഉം ശരിയാണ്. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, ശോണം, അരുണം. ചമപ്പിൻ്റെ പര്യായ പദങ്ങളാണ് ശോണവും അരുണം, ശോണം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഏകദേശം 100 പേർ വരി നിൽക്കുന്നുണ്ട്. മലയാള ഭാഷയ്ക്ക് വള്ളത്തോൾ നൽകിയ സംഭാവന മഹത്താണ്. ബിയും സിയും ശരിയാണ്. താഴെ തന്നിരിക്കുന്ന ഒറ്റ പദങ്ങളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം. 2ഉം 3ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? അഭംഗുരം. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 4ഉം ശരിയാണ്. പുതു പ്ലസ് കലം, പുതുക്കലം. എരി പ്ലസ് തീ, എരിതി. ഇതിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി, ഓടിക്കുന്നു. കളിക്കുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു ഇവയെല്ലാം കേവല ക്രിയകളാണ്.
തന്നിരിക്കുന്നവയിൽ വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? പറഞ്ഞു കേട്ടു. പീനം എന്ന വാക്കിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ശുഷ്കം. കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാമാണ്? കൊല്ലമുളക്, വറ്റൽമുളക്, പറങ്കി മുളക്. കൊല്ലമുളക്, വറ്റൽമുളക്, പറങ്കി മുളക് ഇവയെല്ലാം കപ്പൽ മുളകിൻ്റെ പര്യായങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.